പൂർവികന്മാരുടെ സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങൾ നമ്മളുടെ എല്ലാം ജീവിതത്തെ അടിമുടി മാറ്റാനും ഈ ലോകത്തില് നമ്മളുടെ സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനും, for every action there is an equal and opposite reaction എന്ന് ഓർമ്മിപ്പിക്കാനും, നമ്മളുടെ ചിന്താധാരകളാണ് നമ്മളുടെ കർമ്മത്തിന് ആധാരമെന്നും ആ കർമ്മമാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കർമ്മബലവും കർമ്മത്തിന്റെ പ്രതിഫലവും ധന്യമാക്കേണ്ടത് എന്ന് നമ്മളുടെ പൂർവികർ നമ്മളെ അറിയിച്ചു. ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, പ്രാർത്ഥനകള്, അതിലെല്ലാത്തിലും നമ്മളുടെ പൂർവികര് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങളാണ് നൽകിയത്. അത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, തിരസ്കരിക്കണമെങ്കിൽ തിരസ്കരിക്കാം. ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യവും നമ്മളുടെ പൂർവികർ നമുക്ക് നൽകിയിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ച് വിവരിച്ചു കൊടുത്തത് വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് നീ ചെയ്യുക. ശാസ്ത്രബോധത്തിന്റെയും യുക്തിബോധത്തിന്റെയും ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനമായ പ്രദർശനാത്മകമായ തെളിവാണ് സ്വാതന്ത്ര്യം നിന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്നിലാണ്. നിന്റെ അഭിപ്രായം, നിന്റെ ആവിഷ്കാരം. ഞാൻ എന്തെല്ലാം നിന്നോട് ഉപദേശിച്ചാലും ശരി, നിനക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുക. ഇതാണ് ഭാരതത്തിന്റെ ചിന്താധാരയുടെ ആധാരം. സാക്ഷാത് അനുഭവൈർദൃഷ്ടവും, അനുഭവം കൊണ്ട് കണ്ടത്. അനുഭവം കൊണ്ട് കണ്ടതാണ് നമ്മൾ പറയാറുള്ളത്, എടുക്കാറുള്ളത്, കൊടുക്കാറുള്ളത്. ന ശ്രുതോ, കേട്ടുകേൾവിയല്ല. ന ഗുരുദർശിത, ഗുരു പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ കണ്ണുമടച്ച് അത് സ്വീകരിക്കുന്ന ഒരു സംസ്കാരമല്ല നമുക്കുള്ളത്. ഗുരുവിന് ബഹുമാനമുണ്ട്, എല്ലാവിധത്തിലുള്ള കുലീനത കൊണ്ട്, ശ്രേഷ്ഠത്വമുണ്ട്, ആദരണീയതയുണ്ട്. നമുക്കറിയാം ശുക്രാചാര്യര് അക്ഷരാർത്ഥത്തില് നീ 3 അടി മണ്ണ് കൊടുക്കരുത് എന്ന് മഹാബലിയോട് പറഞ്ഞിട്ട് മഹാബലി അത് തിരസ്കരിച്ചു. രാജഗുരുവാണ്, ആചാര്യനാണ്, വളരെ ഗംഭീരമായിട്ട് ശുക്ര നീതിസാരം എഴുതിയ ആളാണ്. വാമനൻ സംസാരിക്കാൻ വരെയും യോഗ്യതയുള്ള വ്യക്തിയായിരുന്ന ആ ശുക്രാചാര്യന് പറഞ്ഞത് മഹാബലി തിരസ്കരിച്ചു, നിരസിച്ചു, ശപിച്ചു. എങ്കിലും അതൊന്നും ബാധിച്ചില്ല. അപ്പൊ സാക്ഷാത് അനുഭവ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടുന്നത് മാത്രമാണ് പ്രദർശിതം, നിങ്ങളെ കാണിച്ചിരിക്കുന്നത്, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലോക നന്മയ്ക്ക്, ലൗകിക ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. 2 തരത്തിലുള്ള അറിവുകളാണ് നമ്മുടെ പൂർവികർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും വിദ്യാംച അവിദ്യാംച യസ്തദ് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്തുവാ വിദ്യയാമൃതമശ്നുതേ എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നു. 2 തരത്തിലുള്ള അറിവാണ് നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്നത്. അതൊന്ന് മനസ്സിനെ സ്വാധീനിക്കുന്നത് വിദ്യ, 2 നമ്മുടെ ജീവിതത്തെ അടിമുടി ഭൗതികമായിട്ട് സ്വാധീനിക്കുന്നത് അവിദ്യ. വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, അവിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്. സയന്റിഫിക് നോളജ് അവിദ്യയാ മൃത്യും തീർത്തുക. ഈ സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച്
വിദ്യയാമൃതമശ്നുതി, വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. അതേ യജ്ഞവൽക്യ മഹർഷി ഇതേ മന്ത്രത്തിന്റെ ചുവട്ടിലെഴുതി അന്ധം തമ പ്രവിശന്തിയെ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത് അവര് അന്ധം തമ പ്രവിശന്തി, കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവിശന്തി, അവർ പ്രവേശിക്കുന്നു. പ്ലൂരലാണ്. സയൻസ് കൊണ്ട് ശാസ്ത്രം കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത് അവര് സ്വയം കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. തതോ ഭൂയ ഇവതേ തമോ യം വിദ്യായാം രതാഹ. ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത് അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എത്ര യുക്തി സഹജമായിട്ടുള്ള വിവരണമാണെന്ന് നോക്കാം. ഇവിടെയാണ് ശാസ്ത്രബോധവും യുക്തിയും ഒരുമിച്ച് സമന്വയിക്കുന്നത്. ആ ഒരു ശാസ്ത്രബോധമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ന ക്രമേണ വിനാശാസ്ത്രം ന ശാസ്ത്രേണ വിനാക്രമഃ. ന ക്രമേണ വിനാശാസ്ത്രം, ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള വീക്ഷണമില്ലാത്തവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ന ക്രമേണ വിനാശാസ്ത്രം ന ശാസ്ത്രേണ വിനാക്രമഃ. ശാസ്ത്രീയമായ അപ്രോച്ച് ഇല്ലാത്തവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ശാസ്ത്രീയ ബോധവും ഉണ്ടാവില്ല. എത്ര ക്ലിയർ ആണ്? ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയാലേ ശാസ്ത്രബോധം ഉണ്ടാവുള്ളൂ. ന ക്രമേണ വിനാശാസ്ത്രം ശാസ്ത്രേണ വിനാക്രമ. ശാസ്ത്രം ക്രമയുതം ജ്ഞാത്വാ യ കരോതി സസിദ്ധിമാൻ. ശാസ്ത്രം എന്ന് പറയുന്നത് ക്രമയുതം ജ്ഞാത്വ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ശാസ്ത്രം എന്ന് ജ്ഞാത്വ, അറിഞ്ഞിട്ട് യ കരോതി, ആരാണോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നടത്തുന്നത് സസിദ്ധിഭാഗ്, അയാളാണ് നല്ല സിദ്ധിയുള്ളവനും കപ്പാസിറ്റി ഉള്ളവനും ജ്ഞാനിയും അനുഭവ സമ്പത്തുള്ളവനുമായി മാറുന്നത്. അപ്പൊ ന ശാസ്ത്രേണ വിനാക്രമഃ ന ക്രമേണ വിനാശാസ്ത്രം ശാസ്ത്രം ക്രമയുതം ജ്ഞാത്വാ യ കരോതി സസിദ്ധിഭാഗ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു നോക്കാം. ശരിക്കും പറഞ്ഞാൽ 4 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വലിയ 4 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തില് നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ഉപഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. 4 പ്രമാണങ്ങളാണത്. വളരെ ഇമ്പോർട്ടന്റ് പ്രമാണങ്ങളാണ്. ഒന്ന്, അതാണ് ഭാരതത്തിന്റെ അന്നത്തെ അടിസ്ഥാനം. ഇന്ന് ലോകത്തിന്റെയും അടിസ്ഥാനം അത് തന്നെയാണ്. ഏത് സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ എടുക്കുകയാണെങ്കിലും ഈ 4 പ്രമാണത്തിലൂടെ വേണം അന്നും ഇന്നും പോകാൻ. പ്രത്യക്ഷം പ്രമാണം, സീയിങ് ഈസ് ബിലീവിങ്, കാണുന്നത് മാത്രം എടുക്കുക. അത് ന്യായശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നതാണ്. ആരെങ്കിലും പറഞ്ഞു, ഉപദേശിച്ചു, എഴുതി, അത് ഇതൊക്കെ സെക്കൻഡറി. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് മുമ്പ്, എന്തെങ്കിലും തിരസ്കരിക്കുന്നതിന് മുമ്പ്, സ്വീകരിക്കുന്നതിന് മുമ്പും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ? അനുഭവവേദ്യമായിട്ടുള്ളതിനെ ആധാരമാക്കിയിട്ടാണോ നിങ്ങൾ പോകുന്നത്? എത്ര ക്ലിയർ ആയത്? പ്രത്യക്ഷം പ്രമാണം. അടുത്തത്, ആ പ്രത്യക്ഷ പ്രമാണം എന്നുള്ളത് ന്യായശാസ്ത്രത്തില്. അടുത്തത് ശാസ്ത്രം പ്രമാണം. ഭാരതത്തിന്റെ അല്ല ലോകത്തിന്റെ ജീവിതചര്യയില് നമ്മള് അടിവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ പോകുന്നത് യഥാർത്ഥ ജീവിതത്തിനെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ആക്കുന്നു എങ്കിൽ, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ആക്കുന്നു എങ്കിൽ അതിനെയാണ് ശാസ്ത്രം എന്ന് പറയാ. സയൻസ് എന്ന വാക്ക് വിജ്ഞാനം എന്നതാണ് ഇതിന് സംസ്കൃതത്തിൽ വരിക. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. ശാസനാത് ശാസ്ത്ര. Whatever is guiding you, whatever is directing you, whatever is motivating you, whatever is instructing you, whatever is showing you the pathway, അതിന് പറയുന്ന പേരാണ് ശാസ്ത്രം. അപ്പൊ ശാസ്ത്രം പ്രമാണം, അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതാണ് കൃഷ്ണൻ അർജുനനോട്. ജീവിതത്തിൽ ഓരോ വ്യക്തിയും വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, സംസ്കാരധർമ്മം, രാഷ്ട്രധർമ്മം, ഔദ്യോഗിക ധർമ്മം, ഇതെല്ലാം പൗരധർമ്മം, ഇതെല്ലാം നിർവഹിക്കുന്നു എങ്കിൽ ആ നിർവഹിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശമാണ് ശാസ്ത്രം.
അപ്പൊ ജീവിതത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ധർമ്മശാസ്ത്രം നമ്മളോട് പറയുന്നു ആപ്തവാക്യം പ്രമാണം. വളരെ വളരെ ശ്രേഷ്ഠരായ വ്യക്തികൾ, പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ, അവർ ഈ വിഷയത്തെ കുറിച്ച് എന്ത് പറയുന്നു, അതിനെയാണ് ആപ്തവാക്യം പ്രമാണം എന്ന് പറയുന്നത്. ആപ്തവാക്യം പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, നാലാമത്തെ പ്രമാണം അനുമാനം പ്രമാണം. അത് ആയുർവേദത്തിലുള്ളതാണ്. എന്ത് ഈ അനുമാനം പ്രമാണം? ഓരോ ടെസ്റ്റുകളും നടത്തിയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട്, നമ്മുടെ വയറിന്റെ അവസ്ഥ നോക്കിയിട്ട്, കഴിച്ച ഭക്ഷണത്തിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട്, നമ്മുടെ അപ്രിയസ്യ പത്യസ്യ വക്ത ശ്രോതാച ദുർലഭ എന്ന് പറയാറുണ്ട്. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും, വയറിന് ശരീരത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? പഥ്യം ജീവിതത്തിൽ പാലിക്കാതിരുന്നിട്ടുണ്ടോ? എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ കഴിച്ചില്ല, എങ്ങനെയായിരുന്നു തലേ ദിവസം, എന്തൊക്കെയാണ് ചെയ്തത്, ഇതെല്ലാം കൂടി ചോദിച്ചിട്ട് വൈദ്യരെ, ഡോക്ടർ അനുമാനത്തിലൂടെ കൺക്ലൂഷനിലേക്ക് എത്തിയാണ്. ഗസ്സിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്. അതാണ് അനുമാനം പ്രമാണം. ഈ 4 പ്രമാണത്തിലൂടെയാണ് പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, അനുമാനം പ്രമാണം. ഈ 4 പ്രമാണത്തിലൂടെയാണ് ഭാരതത്തിലെ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് യുക്തി സഹജമായിട്ട് ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശാസ്ത്രബോധത്തോടു കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരതത്തില് എക്കാലവും നമുക്കറിയാം, എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തിരിക്കുന്നത് അനുഭവത്തിലുള്ള ദൃഷ്ടിയിലാണ്. ഇനി നോക്കാം, നമ്മൾ ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആചാര്യന്മാരോട് സ്വീകരിക്കുന്നത് എത്ര സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ആചാര്യൻ എന്ന് പറഞ്ഞാൽ മെന്റർ, ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ. ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കണം. നീ നിന്റെ ടീച്ചർ പറയുന്നത് കേട്ടാൽ മതി, നിന്റെ ഗുരു പറയുന്നത് കേട്ടാൽ മതി, നിന്റെ മെന്റർ ആചാര്യൻ പറയുന്നത് കേട്ടാൽ മതി. അതിനകത്ത് വേണ്ടതൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അറിവുകളുടെ 1/4 ഭാഗം മാത്രമേ ആചാര്യനിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ എന്നുള്ള ഒരു വരി, അതല്ലെങ്കിൽ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നതിലെ 1/4 ഭാഗം മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. നല്ല രീതിയിൽ സാധകം ചെയ്താൽ പോലും ഇപ്പൊ ജീവിതത്തിന് ആവശ്യമായ അറിവിന്റെ 1/4 ഭാഗമേ നമുക്ക് ലഭിക്കുള്ളൂ. ആചാര്യാത് പാദമാദത്തെ. എത്ര സയന്റിഫിക് വീക്ഷണമാണ് അതിന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ പൂർവികര് ഗുരുക്കന്മാരിൽ നിന്ന് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, അല്ലെങ്കിൽ ആചാര്യനിൽ നിന്ന് സ്റ്റുഡന്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് ജീവിതത്തിൽ പകർത്തിയിരുന്നത് എങ്കിൽ, നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞത് മാത്രമാണ് ജീവിതത്തിൽ പകർത്തിയത്. വേറെ ഇടത്തോട്ടും നോക്കിയിട്ടില്ല, മറ്റൊരു ദൈവത്തെ കണ്ടിട്ടില്ല, മറ്റൊരു ആചാരത്തെ കണ്ടിട്ടില്ല, മറ്റൊരു ഗ്രന്ഥത്തെ എടുത്തിട്ടില്ല, മറ്റൊരു ഡയറക്ഷൻ തരുന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ പോയിട്ടില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും ഈ ആചാര്യൻ പറഞ്ഞിരിക്കുന്നതും മാത്രമേ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാല് എത്ര ഇടുങ്ങിയ ചിന്താധാരയാണ് നോക്കുക. അതാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയത്. ഒരൊറ്റ ആചാര്യൻ, യേശു ക്രിസ്തു ദൈവപുത്രൻ, വേറൊരാളെ വേണ്ട ഞങ്ങൾക്ക്. ഒരു ദൈവം യഹോവ, വേറൊരാളെ വേണ്ട. ഒരു പ്രവാചകൻ മുഹമ്മദ് നബി, വേറൊരാളെ വേണ്ട. ഒരു അല്ലാഹു, അത് മതി ഞങ്ങൾക്ക്. ഒരു പുസ്തകം മതി. ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വ്യക്തി എനിക്ക് ഒരു കെമിസ്ട്രി പുസ്തകം മതി, അല്ലെങ്കിൽ ഒരു ഫിസിക്സ് പുസ്തകം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏറ്റവും ചെറിയ അറിവ് പോലും 10,000-കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ അനുദിനം വിഷയങ്ങൾ ചേർത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരൊറ്റ പുസ്തകം മതി എനിക്ക്, അല്ലെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകം മതി എനിക്ക്, അതിൽ കൂടുതൽ പുസ്തകം വേണ്ട, അതിലെല്ലാം ഉണ്ടെന്ന് തന്നെത്താനെ ധരിച്ചാൽ എത്ര അബദ്ധം ഉണ്ടാവുക? നമ്മളുടെ പൂർവികർ അതല്ല ചെയ്യുന്നത്. നമ്മളുടെ പൂർവികർ ഗ്രന്ഥം എഴുതി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അതിനെ വിപുലമാക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഋഗ്വേദം 25 ശാഖകള്. അത് ശാസ്ത്രവീക്ഷണമാണ്, യുക്തിയുടെ വീക്ഷണമാണ്. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, ഇഫ് നെസസറി കറക്ഷൻ വരുത്താൻ. ഒരാൾ പറഞ്ഞത് മാത്രം, ഒരാചാര്യൻ പറഞ്ഞത് മാത്രം, ഒരു വിഷയം മാത്രം, അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് എത്ര ഒരു അബദ്ധമാണെന്ന് നോക്കാം. എത്ര അബദ്ധമാണ്. ഒരു വഴി മതി തിരുവനന്തപുരത്തേക്ക് പോകാൻ, വേറെ ഒരു വഴിയും വേണ്ട, വേറെ അതിൽ കൂടെ വേണമെന്നുള്ള ഒരു പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊരു മണ്ടത്തരാണ്. ഒരു പുസ്തകം മതി നിങ്ങൾക്ക് പഠിക്കാൻ.
ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം മതി നിങ്ങൾക്ക് പഠിക്കാൻ, ഒരാൾ എഴുതിയ പുസ്തകം മതി നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് പറയുന്നതിന് പകരം മറിച്ച് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക. അത്ര ഗംഭീരാണ്. അതായത് ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചേർത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതി നമുക്ക് തന്നതിന് ശേഷം ഇഷ്ടമുള്ളത് പഠിക്കാൻ പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറഞ്ഞു. അതാണ് ശാസ്ത്രബോധം, അതാണ് യുക്തിബോധം. എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി, എന്റെ ആചാര്യൻ മാത്രം ശരി എന്ന് പറയുന്നത് അബദ്ധമാണ്. മറിച്ച് ശരി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എന്റേതായിരിക്കണം. അതാണ് വേദം പറയുന്നത്, ആനോ ഭദ്രാഹ കൃതവോ യന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് us from all over the world. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു ആചാര്യാത് പാദമാദത്തെ. അങ്ങനെ ഒരു വീക്ഷണം നമ്മളുടെ ശാസ്ത്രബോധത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഋഗ്വേദം 25 ശാഖകളും, യജുർവേദം 108 ശാഖകളും, സാമവേദം 1001 ശാഖകളും, അഥർവവേദം 52 ശാഖകളും, ശിക്ഷാ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നീ പുസ്തകങ്ങൾ 18 പുസ്തകങ്ങൾ വീതവും, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും, 6 ദർശനങ്ങൾക്ക് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളും, ഉപവേദങ്ങൾ 4 അർത്ഥശാസ്ത്രവും, ധനുർവേദവും, ഗാന്ധർവവേദവും, ആയുർവേദവും, സ്ഥാപത്യവേദവും 18 പുസ്തകങ്ങൾ വീതം ഉണ്ടാവാൻ കാരണം സർവതന്ത്ര സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശാസ്ത്രബോധം നമ്മൾ കൊടുത്തു, യുക്തിബോധം കൊടുത്തു. ആരും പറഞ്ഞില്ല ഞാൻ എഴുതിയിരിക്കുന്നതാണ് അവസാനത്തെ ഗ്രന്ഥം, ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് അവസാനത്തെ ജ്ഞാനം എന്ന് ഒറ്റ ആള് പറഞ്ഞില്ല. ഈ പുതിയത് വരുമ്പോ അത് സ്വീകരിക്കാനാണ് പാണിനി അഷ്ടാധ്യായിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നു. ആചാര്യാത് പാദമാദത്തെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്റെ ഗുരു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ഞാൻ വേറൊന്നും സ്വീകരിക്കില്ല. അങ്ങനെയില്ല. ഗുരുക്കന്മാർക്ക് അറിവിന് പരിമിതിയുണ്ട്. പലരും, പല സന്യാസിമാരും ഇപ്പൊ തന്നെ വളരെ ഗംഭീരമായിട്ടിരിക്കുന്ന പലരും ആരോഗ്യത്തെ കുറിച്ച് അവരുടെ വീക്ഷണങ്ങൾ പറയാറുണ്ട്. കണ്ണുമടച്ച് പലരും തെറ്റായ രീതിയിൽ ഫോളോ ചെയ്യാറുണ്ട്. ഈ ആചാര്യന്മാരെന്ന് പറഞ്ഞിപ്പോ ജീവിച്ചിരിക്കുന്നവരൊന്നും സയന്റിഫിക്കലി ഒന്നും അത്രയും ഉയർന്നവരല്ല. ആത്മീയമായിട്ട് അവർ ഉയർന്നവരായിരിക്കാം. അവർ കേവലം ഭക്ഷണത്തെ കുറിച്ചും വ്യായാമത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ പറയാനുള്ള എന്ത് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് പലർക്കും ഉള്ളത്. പക്ഷെ അവരുടെ ശിഷ്യന്മാർ കണ്ണുമടച്ച് അത് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, ധാരാളം പ്രശ്നങ്ങളാണ്. നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്ന, ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാൽഭാഗം സ്വീകരിക്കുക. പാദം ശിഷ്യസ്വമേധയ. കാൽഭാഗം ശിഷ്യൻ തന്നെത്താനെ ചിന്തിക്കണം. നമ്മളുടെ ചിന്താശക്തിയും നമ്മുടെ ബുദ്ധിയും വേറൊരാൾക്ക് അടിയറ വെക്കേണ്ട കാര്യമില്ല. നമുക്കിഷ്ടം തോന്നുന്നത്, ശരിയെന്ന് തോന്നുന്നത് ദേശകാല പരിച്ഛിന്ന, ദേശവും കാലവും നോക്കിയിട്ട് അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിയിട്ട് എടുക്കാൻ സാധിക്കണം. അതാണ് പാദം ശിഷ്യസ്വമേധയ. ശിഷ്യ സ്വമേധയ പാദം സ്വീകരോത്. ആചാര്യനിൽ നിന്ന് കാൽഭാഗം, ആചാര്യൻ ശിഷ്യൻ സ്വയം കാൽഭാഗം. പാദം സ ബ്രഹ്മചാരിഭ്യ. മൂന്നാമത്തെ കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വരുത്തിയിട്ട് അത് മൂന്നാമത്തെ നോളജ് ഇൻകമിങ് സോഴ്സ് ആണ്. കാൽഭാഗം ആചാര്യൻ, കാൽഭാഗം തന്നെത്താനെ, കാൽഭാഗം സഹപ്രവർത്തകര്, ശേഷം കാലക്രമേണ ച. അവസാനത്തെ കാൽഭാഗം എന്ന് പറയുന്നത് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ്. അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന പ്രക്രിയയില് പലരും പറയുന്നുണ്ടാവും, പലരും ഉപദേശിക്കുന്നുണ്ടാവും, പലരും നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംമാതിരിയുണ്ട്. ഇന്റർനെറ്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കിട്ടും. അതിലൂടെ മുമ്പോട്ട് പോവുക. അത്ര ഗംഭീരാണ്. അത് മാത്രമല്ല, ഈ ആചാര്യൻ എന്ന് പറയുന്ന ആൾക്ക് എന്താ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? നല്ല ജടാധാരിയായിട്ട് തലമുടിയൊക്കെ ജട വന്ന് നെറ്റിയിൽ ഒരു ഏക്കർ ഭസ്മം തൊട്ട്, ഒരു കുങ്കുമം തൊട്ട്, ചന്ദനം തൊട്ട്, താടിയൊക്കെ വെച്ച്, ഒരു കാവ്യൊക്കെ കൊടുത്ത്, രുദ്രാക്ഷമൊക്കെ ഇട്ടുള്ള ആളാണോ ആചാര്യൻ? ആചാര്യന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലുള്ള ഡെഫിനിഷനാണ് ആചാര്യന് നമ്മുടെ പൂർവികന്മാർ കൊടുത്തിരിക്കുന്നത്. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ. ഏത് കാര്യങ്ങള് ശിഷ്യന്മാർക്കോ മറ്റുള്ളവർക്കോ ഉപദേശിച്ചു കൊടുക്കുമ്പോഴോ പ്രഭാഷണം നടത്തുമ്പോഴോ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അറിഞ്ഞിരിക്കണം. സയന്റിഫിക് ആയിട്ട് മനുഷ്യൻ എങ്ങനെ അത് പ്രായോഗികമാക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ബോധം ഉണ്ടാവണം. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഭാഗവതം വായിക്കുന്ന ആൾ പറഞ്ഞു, വെളുത്ത വാവിന്റെ എന്ന് പല്ല് തേക്കരുത്, നാക്ക് പിടിക്കരുതെന്ന്. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം അതേ അമ്പലത്തിൽ വരുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പ്രഭാഷണത്തിന്. അപ്പൊ ഇദ്ദേഹം സദസ്സിനോട് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ വെളുത്ത വാവിന്റെ എന്ന് പല്ല് തേക്കരുത്,
നാക്ക് വടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പറഞ്ഞല്ലോ ഇല്ലേ? നിങ്ങൾ എത്ര പേര് കഴിഞ്ഞ വെളുത്ത വാവിന് പല്ല് തേച്ചു, നാക്ക് വടിച്ചു എന്നാണ് അദ്ദേഹം സദസ്സിന് ചോദിച്ചത്. തിരുവനന്തപുരത്തെ അമ്പലത്തിലാണ്, ഞാൻ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൈ ഉയർത്തി. അപ്പൊ ഇദ്ദേഹം ഷോക്കടിച്ചു. കാരണം വെളുത്ത വാവിന് പല്ല് തേക്കരുത്, നാക്ക് വടിക്കരുത് എന്ന് ആചാര്യൻ പറഞ്ഞത് ജനങ്ങളെ 100% തിരസ്കരിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഞാൻ അന്നേ പറഞ്ഞത് വേദവ്യാസൻ പറഞ്ഞിട്ടുണ്ട് വെളുത്ത വാവിന്റെ പല്ല് തേക്കരുത്, നാക്ക് വടിക്കരുത് എന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തേച്ചു? ഒരാൾ മറുപടി പറഞ്ഞില്ല. കാരണം ഇയാൾ പറഞ്ഞു, വേദവ്യാസൻ പറഞ്ഞു എന്നുള്ളത് തെറ്റായിട്ട് പറയുകയാണ്. പല്ല് തേക്കരുത്, നാക്ക് വടിക്കരുത് എന്ന് വേദവ്യാസൻ പറഞ്ഞു. വേദവ്യാസൻ ഒരു പണിയില്ലേ വേറെ? ഏതായാലും ഈ വലിയ വലിയ പണ്ഡിതനാണ് ഈ പറഞ്ഞ ആള്. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഔട്ട്റൈറ്റ് ആൾക്കാർ നിരാകരിച്ചു, തിരസ്കരിച്ചു. അതാണ് വേണ്ടത്. എത്ര വലിയവൻ പറഞ്ഞു എന്നുള്ളതൊന്നും കാര്യമില്ല. അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നതാണോ എന്നുള്ളതാണ്. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ, ആചരിക്കാൻ പറയുന്ന കാര്യങ്ങൾ, ആചരിക്കുന്ന കാര്യങ്ങൾ അത് ശാസ്ത്രീയമായിട്ട് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധീ. ഒരു കോംപ്ലിക്കേഷനും കൺഫ്യൂഷനും ഇല്ലാതെ ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആളായിരിക്കണം ആചാര്യൻ. ശാസ്ത്രീയമായിട്ട് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം ആചാര്യൻ. സ്വയം ആചരതി ചെയ്യുക, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയതാവണം. അല്ലാതെ എനിക്കുള്ള നിയമം വേറെ, നിങ്ങൾക്കുള്ള നിയമം വേറെ എന്നുള്ള പരിപാടിയിലൂടെ അല്ല ആചാര്യൻ ഉപദേശിക്കേണ്ടത്. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചെയ്യുക സഹ ആചാര്യ ഇതി സ്മൃത. അദ്ദേഹത്തിനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ഈ ആചാര്യന്റെ ഡെഫിനിഷനൊക്കെ എത്ര ക്ലിയർ ആണ്. അങ്ങനെയുള്ള ആചാര്യനിൽ നിന്നാണ് കാൽഭാഗം സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വീകരിക്കുന്നത് എന്തായാലും ശരി, അത് നമ്മൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ആണെങ്കിലും അത് അതേപോലെ തന്നെ പകർത്തണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും മഹത്തായ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഒരിക്കല് അമേരിക്കൻ യാത്ര നടത്തുമ്പോ എന്റെ ഫ്ലൈറ്റില്, എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആണ്, വലത് സൈഡില് ഒരു കസേര ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ വലത് സൈഡിൽ ഒരു കസേര ഒഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്ത് വേറൊരാളുണ്ട്, ഞാൻ ഇപ്പുറത്തുണ്ട്. ഈ അപ്പുറത്തിരിക്കുന്ന ആളെ കണ്ട ജൂതനാണ്, ഒരു ജൂത തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എയർ ഹോസ്റ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ സീറ്റ് എന്താ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്, അവരറിയാതെ. ആദ്യമൊക്കെ പിന്നെ ചോദിച്ചില്ല. 10-12 മണിക്കൂറുള്ള യാത്രയായതുകൊണ്ട് ആദ്യം ഒന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അപ്പോ മറ്റേ ആള്, അപ്പുറത്തിരിക്കുന്ന ആളെ ജൂതൻ പറഞ്ഞു, അയാളുടെ കൈ കൊണ്ട് കാണിച്ചു എനിക്കുള്ളതാണ്, അയാൾക്കുള്ളതാണെന്ന്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത് ഫ്ലൈറ്റ് പോകുന്ന ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇയാൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാലം ഒരു സീറ്റിലും മറ്റേ കാലം മറ്റേ സീറ്റിലും വെച്ചിട്ട് 2 കാലും കൂടി ചേർത്തിട്ട് 2 കാലും 2 സീറ്റിൽ വെച്ചിട്ടാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒരു സീറ്റ് അയാൾ ഫുൾ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യാൻ കാരണം യാത്രാവേളയിൽ ഇയാൾക്ക് പ്രാർത്ഥിക്കാനാണ്. 2 ചെയറിൽ ഇരുന്നു കൊണ്ട്. അപ്പൊ ഇതൊരു യാത്രയിലാണ്. നമ്മുടെ ഹിന്ദു ധർമ്മം നമ്മളോട് പറയുന്നു, സ്വഗ്രാമേ പൂർണ്ണമാചാരം. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ സ്വസ്ഥമായിട്ട് എല്ലാ സൗകര്യത്തോടു കൂടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ സ്വഗ്രാമേ അർത്ഥം ക്ലിയർ ആണ്. ആചാരം പൂർണ്ണം. ആ സാധിക്കുന്ന ആചാരങ്ങളെല്ലാം നിങ്ങൾ പാലിക്കണം, പൂർണ്ണമായിട്ട് ആചാരങ്ങൾ. അന്യഗ്രാമ, ഔദ്യോഗികമായിട്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായിട്ടോ നിങ്ങൾ യാത്ര പോയി മറ്റൊരു ഗ്രാമത്തിൽ താമസിക്കുന്നു എങ്കിൽ തദർത്ഥകം, ആകെ ആചാരങ്ങളുടെ പകുതി അനുശാസിച്ചാൽ മതി. പട്ടണേതു തത്പാദം, പട്ടണത്തിലെ സിറ്റിയിലാണെങ്കിൽ 1/4 ഭാഗം ആചാരങ്ങൾ മതി. എത്ര ക്ലിയർ ആന്ന് നോക്കാം. സ്വന്തം ഗ്രാമത്തില് ആചാരങ്ങൾ പൂർണ്ണമായും, അതുപോലെ തന്നെ മറ്റൊരു ഗ്രാമത്തിലേക്ക് ഏതെങ്കിലും കാര്യത്തിന് താമസം മാറ്റേണ്ടി വന്നാൽ ആകെയുള്ള ആചാരങ്ങളുടെ പകുതി. പട്ടണേതു തത്പാദം, സിറ്റിയിലാണെങ്കിൽ 1/4 ഭാഗം. യാത്രേ ബാലാത് ആചരത്തെ, യാത്രാവേളയിൽ ആചാരങ്ങൾ വേണ്ട. ഇതല്ലേ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിവരണം എന്ന് പറയുന്നത്. ഇത്ര ഗംഭീരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് നോക്കുക. മാത്രമല്ല നമ്മളുടെ ആചാരങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, നല്ല വിശ്വാസങ്ങൾക്കുമെല്ലാം. ആ ആചാരങ്ങള് എങ്ങനെയെടുക്കുക? ഭദ്രം കർണേവി ശൃണുയാമ ദേവ ഭദ്രം പശ്യമ. കേട്ടും കണ്ടും വേണം നമ്മൾ ഇതൊക്കെ സ്വീകരിക്കാൻ.
കേട്ടും കണ്ടും സ്വീകരിക്കണം. നല്ലോണം കേൾക്കണം, നല്ലോണം കാണണം. അത് യോജിച്ചതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളുടെ ഏത് കാര്യങ്ങളും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും കൂടി ചേർന്നതാണ്. മനസ്സും ശരീരവും കൂടി ചേർന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് മനസ്സിനെ സമ്പുഷ്ടമാക്കാനാണ്. വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിനെ സമ്പുഷ്ടമാക്കാനാണ്. ഈ മനസ്സും ശരീരവും ചേർന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി കുടുംബമായിട്ട്, സംസ്കാരമായിട്ട്, സ്ഥാപനമായിട്ട്, പ്രസ്ഥാനമായിട്ട്, രാഷ്ട്രമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്ന വ്യക്തി ഈ ലോകത്തില് എല്ലാമായിട്ട് ബന്ധപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് മനസ്സിലൂടെ, രണ്ട് ശരീരത്തിലൂടെ. ശരീരത്തിലെ 5 കർമ്മേന്ദ്രിയങ്ങള്, ശരീരത്തിലെ 5 ഫങ്ഷണൽ ഓർഗൻസ്, മനസ്സിന് 5 സെൻസറി ഓർഗൻസ്. മനസ്സിൻ്റെതായിട്ടുള്ളത് സെൻസറി ഓർഗൻസും ശരീരത്തിൻ്റെതായിട്ടുള്ളത് ഫങ്ഷണൽ ഓർഗൻസും ആണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് 5+5 10 ഓർഗൻസ് വെച്ചുകൊണ്ടാണ് ശരീരത്തിരിക്കുന്നത്. രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റൊന്നിനും പറയാറില്ല. ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയിരിക്കുന്ന ഡോക്ടർമാരെല്ലാം. ശരീര മനസ്സോ യോഗ ശാസ്ത്രവീക്ഷണത്തിന്റെ, സയന്റിഫിക് ടെമ്പറിന്റെ, ലോജിക്കൽ അനാലിസിസിന്റെ എത്ര ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകമാണ് ഇത് എന്നുള്ളത് നോക്കാം. ആയുർവേദത്തിലുള്ളതാണ്. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. അർത്ഥം എന്താ? ശരീരം പ്ലസ് മനസ്സ് പ്ലസ് യോഗം, മൈൻഡ് ആൻഡ് ബോഡി ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. പരസ്പരം അനുവ്രജേത്, പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് നിലനിൽക്കുന്നു. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. ആധാര ആധേയ ഭാവേന. ആധാരം ശരീരമാണ്, ആധേയ മനസ്സാണ്. നമ്മളുടെ ആധാരം ജീവിതത്തിൽ നമ്മുടെ ശരീരമാണ് ആധാരമായി നിൽക്കുന്നത്. നമ്മുടെ മനസ്സ് ശരീരത്തിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആധാര ആധേയ ഭാവേന, ആ രീതിയിലാണ്. മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ശരീരം മുഴുവനും. ഏത് ഭാഗത്താണ് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞോളാം. തലയ്ക്കകത്താണോ, അല്ല ബുദ്ധിയിലാണോ, അല്ല വിവേകത്തിലാണോ, അല്ല ഹൃദയത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇതിനൊന്നും ഉത്തരം അന്നും ഇന്നും അറിഞ്ഞോളാം. മനസ്സ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പോലും കൃത്യമായിട്ട് അന്നും ഇന്നും പറയാൻ സാധിച്ചിട്ടില്ല മോഡേൺ സയൻസിന്. അപ്പൊ ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. തപ്താജ്യ ഘടയോരിവ എന്തായി? അതിന്റെ വലിയ അർത്ഥം അറിയാമോ? ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ, ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് പോകും. ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് പോകും. തണുത്ത നെയ്യ് ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് പോകും. അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ വേദനകളും, ശരീരത്തിനുണ്ടാകുന്ന എല്ലാ സുഖങ്ങളും, ശരീരത്തിന്റെ വേദനകളും സുഖങ്ങളും മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നു. മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും ശരീരത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇതാണ് ശരിക്കും ന്യൂ ഏജ് തെറപ്പിയുടെ അടിസ്ഥാനം. ഇപ്പൊ മോഡേൺ സയൻസിന്റെയും അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. ഞാൻ മരുന്ന് തരാം, നിങ്ങൾ പ്രാർത്ഥിക്കുക, അസുഖം ഭേദമാകുമെന്ന് ഉറക്കുക. മാത്രമല്ല എനിക്ക് ജീവിക്കണം എന്ന ഒരു ഇച്ഛാശക്തി മനസ്സിൽ നിരന്തരം വെച്ച് പുലർത്തുക. അത് തന്നെ അസുഖം മാറാൻ കുറേയധികം സഹായിക്കുന്നതാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഏത് ഡോക്ടറെ എല്ലാം ഭാര്യയ്ക്ക് വേണ്ടി കാണാൻ പോയിട്ടുണ്ടോ അവർ പറയുന്നത് അസുഖം ഭേദമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. അപ്പോൾ വിശ്വാസമാണ്, മനസ്സാണ്. ഈ കെമിക്കലിനേക്കാളും മനസ്സാണ് സ്വാധീനിക്കുന്നതെന്ന് മോഡേൺ സയൻസ് അടിവരായിട്ട് പറയുന്നു. അപ്പൊ നമ്മുടെ ശാസ്ത്രബോധം എത്ര ഗംഭീരാണെന്ന് നോക്കാം. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്, അത് പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്നു. ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരം ആധാരവും മനസ്സ് ആധേയവുമായിട്ട് നിൽക്കുന്നു. ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്കും, ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യ് ഒഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് നെയ്യിലേക്ക് പോകുന്നു. അപ്പൊ ശരിക്കും എത്ര ശാസ്ത്രബോധത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികര് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ചാന്തോക്യോപനിഷത്തിൽ പറയുന്നു, നഖഗ്രന്ഥനേന സർവം കാഷ്ണായ സംവിജ്ഞാതം കാഷ്ണായസ നിത്യേവ സത്യം. ചാന്തോക്യോപനിഷത്ത് പറയാണ്
ഈ നമ്മളുടെ പൂർവികരെ ഫോളോ ചെയ്തൊരു പാത്താണ് ഇപ്പൊ പറയുന്നത്. ഇത് എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. ശരിക്കും നഖകൃന്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ കട്ടർ. ഇത് ചാന്തോക്യോപനിഷത്ത് എഴുതിയ കാലത്താണ്, BC 3000-4000 വേദത്തോടൊപ്പമാണ് ചാന്തോക്യോപനിഷത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചാന്തോക്യോപനിഷത്തിലാണ് നഖകൃന്ദനം എന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നെയിൽ കട്ടർ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നഖകൃന്ദനേന സർവം കാർഷ്ണായസം വിജ്ഞാതം. നെയിൽ കട്ടർ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അപ്പൊ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ നെയിൽ കട്ടർ നിങ്ങൾക്ക് കാണാൻ ഇട വന്നാൽ, നിങ്ങൾക്ക് ലഭിച്ചാൽ, ഭൂമിക്കടിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലോ ലഭിച്ചാൽ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള, ഇരുമ്പ് ഉണ്ടാക്കാനുള്ള ആ പൂർണ്ണ ടെക്നോളജി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കി കൊള്ളണം. എക്സ്ട്രാപൊളേഷൻ നോക്കാം. നഖകൃന്ദനേന സർവം കാർഷ്ണായസം വിജ്ഞാതം. കാർഷ്ണായസം ഇത്യവ സത്യം. ഇതിന്റെ എല്ലാത്തിന്റെയും അടിത്തറ ഇരുമ്പാണെന്നുള്ളത് മനസ്സിലാക്കാം. കാർഷ്ണായസം വെച്ചാൽ ഇരുമ്പാണെന്ന് മനസ്സിലാക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ഇരുമ്പ് കൊണ്ട് ഒരു നെയിൽ കട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും പ്യൂരിറ്റിയിൽ ഇരുമ്പ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള മോൾഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ ഇരുമ്പ് ഉരുക്കാനുള്ള 1150 ഡിഗ്രി ചൂടാക്കാനുള്ള ഹീറ്റിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആ ഇരുമ്പ് ആ ലെവലിലേക്ക് പ്യുവർ ആക്കാൻ പാകത്തിനുള്ള മെറ്റലർജിക്കൽ പ്രോസസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആ മെറ്റലർജിക്കൽ പ്രോസസ്സില് മണ്ണിലുള്ള ഇരുമ്പിന്റെ കോമ്പൗണ്ടുകള്, ഓർസ് അല്ലെങ്കിൽ മിനറൽസ്, അതിൽ നിന്ന് ഇരുമ്പിനെ ഈ ലെവലിലേക്ക് എത്തിക്കാനുള്ള കഴിവുള്ളവരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല അയേൺ ഓറ്, അയേൺ മിനറലിനെ കുറിച്ച് നല്ല അറിവുള്ളവരുണ്ടായിരുന്നു. അതിന്റെ മെറ്റലർജിക്കൽ പ്രോസസ്സ് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് ഒരു നെയിൽ കട്ടർ തന്നെ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് നെയിൽ കട്ടറിനെ കുറിച്ച് നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ ശാസ്ത്രബോധം അത്രയ്ക്കും ധന്യമാണ്. ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. വേദങ്ങൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ ചോദ്യം ചോദിക്കൂ. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദ്യം ചോദിക്കും. ഓരോ പുതിയ 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 കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിനെക്കുറിച്ച് അറിയാനുള്ള ചോദ്യം ചോദിക്കാനായിട്ട് നിങ്ങൾ വരിക. വലിയ വലിയ വിഷയങ്ങളെ കുറിച്ച് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ, ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തമാശ രൂപത്തില് ആചാര്യൻ ശിഷ്യന്മാരോട് പറയുന്നു. എല്ലാം നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് തന്നെ വേണ്ടത്. ഭാരതത്തില് നമ്മുടെ ശാസ്ത്രബോധം, സയന്റിഫിക് ടെമ്പർ ആൻഡ് ലോജിക് അനുസരിച്ചിട്ട് മതം എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല. അറിവ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അറിവ്, ഏത് തരത്തിലുള്ള അറിവിനെയും അറിവ് എന്നാ പറയാ. വേദം ഉദാഹരണമായിട്ട് യജുർവേദത്തിൽ നോക്കാം. ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമ നവചമേ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശതമേ നവദശതമേ ഏകവിംശതിശ്ചമേ ത്രയോവിംശതിശ്ചമേ പഞ്ചവിംശതിശ്ചമേ സപ്തവിംശതിശ്ചമേ ഏകത്രികംശശ്ചമേ വാജശ്ച ഇനി കുറെ കൂടി ഉണ്ട്. വാജശ്ച പ്രസവശ്ച വിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യശ്നിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതിശ്ച. അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ആണ് വേദത്തിൽ കൊടുത്തിരിക്കുന്നത്. അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ. ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ച ആയുധം ച അയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ച നിയുധം ച അദ്ഭുതം ച അദ്ഭുതം ച ന്യർഭുതം ച. ശരിക്ക് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ 10:0 മുതൽ 10:36 വരെയുള്ള നമ്പറുകളാണ് പേര് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീസംജമേ ശ്യാമം ചമേ ത്രപുശ്ചമേ ഊർജമേ സൂനൃതാചമേ. അനവധി ലോഹങ്ങളെ കുറിച്ചും ലോഹസങ്കരങ്ങളെ കുറിച്ചും വേദങ്ങളിൽ പറയുന്നു. അതിന്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊക്കെ കോമൺ ആയിട്ട് പ്രയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ വേദങ്ങളെയൊക്കെ നമ്മൾ ആത്മീയ ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നു. അതിനകത്ത് ശാസ്ത്രമുണ്ട്. വേദങ്ങൾക്ക് ഉപവേദങ്ങളുണ്ട്. ഭാരതത്തിലെ ശാസ്ത്ര വീക്ഷണം എന്ന് പറയുന്നത് ലോജിക്കൽ, യുക്തിസഹജമായിട്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഋഗ്വേദം എന്നുള്ളത് ആത്മീയ ഗ്രന്ഥമാണ്. ഋഗ്വേദം എന്നുള്ളത് ആത്മീയ ഗ്രന്ഥമാണ്. അതിന്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം.
അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം, ചാണക്യന്റെ കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് 41 സെക്രട്ടറിമാര് ഉള്ള ഒരു ജനപദത്തിന്റെ ഭരണകാര്യങ്ങളാണ്. അതിൽ 27 സെക്രട്ടറിമാര് സ്ത്രീകളാണ്. എങ്ങനെയാ സ്ത്രീകളെ സ്പൈ, ചാരവൃത്തിക്ക് ഉപയോഗിക്കാം, എങ്ങനെയാ ഒരു രാഷ്ട്രം നിലനിർത്താം, എങ്ങനെയാണ് സമ്പദ്ഘടന നിലനിർത്താം, എങ്ങനെയാണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ 100% വിവരിക്കുന്ന, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്ന, അത്ഭുതം ഉണ്ടാവും. അപ്പൊ ചാണക്യന്റെ അർത്ഥശാസ്ത്രം ഒരു പുസ്തകമല്ല, 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉള്ളതിന്റെ റിഫൈൻഡ്, മോസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള നോളജാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലുള്ളത്. ചാണക്യൻ വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചാണക്യ നീതിസാരം. അപ്പൊ യഥാർത്ഥത്തിൽ ഋഗ്വേദം എന്നുള്ള ആത്മീയ ഗ്രന്ഥത്തിന്റെ സബ്സിഡിയറിയാണ് അർത്ഥശാസ്ത്രം എന്ന, എന്താ പറയുക, എക്കണോമിക്കൽ ബുക്സ്, ഒരു രാഷ്ട്രഭരത്തെ കുറിച്ചിട്ട്. യജുർവേദം എന്നുള്ളത് ആത്മീയ ഗ്രന്ഥമാണ്. അതിന്റെ ഉപവേദമാണ് ധനുർവേദം, സയൻസ് ഓഫ് ആർച്ചറി. എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും പ്രയോഗിക്കുന്നതും ദ്രോണാചാര്യൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് സയൻസ് ഓഫ് ആർച്ചറി. എത്രയെത്ര തരത്തിലുള്ള ആയുധങ്ങളാണ്, മെറ്റലർജിക്കൽ തുടങ്ങി സകലവിധ ആയുധങ്ങളും അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോ ആത്മീയ ഗ്രന്ഥമായ ഋഗ്വേദത്തിന് ആത്മീയ ഗ്രന്ഥമല്ലാത്ത അർത്ഥശാസ്ത്രം ഉപവേദമായി, ആത്മീയ ഗ്രന്ഥമായ യജുർവേദത്തിന് ധനുർവേദം ഉപവേദമായി, അതുപോലെ തന്നെ ആത്മീയ ഗ്രന്ഥമായ സാമവേദത്തിന് ശരിക്ക് ഗാന്ധർവവേദമാണ് ഉപവേദമായത്. ഗാന്ധർവവേദം എന്ന് പറഞ്ഞാൽ സംഗീതം. അത് സംഗീതം മാത്രമല്ല, ഭരതമുനിയുടെ നാട്യശാസ്ത്രം വരും. അത് മാത്രമല്ല, എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ഈ ഭാരതമെമ്പാടുമുള്ള സംസ്ഥാനങ്ങളില് പ്രാചീനമായ 1000കണക്കിന് സംഗീതോപകരണങ്ങൾ ഉണ്ടായി. അതായത് വിൻഡ് ഇൻസ്ട്രുമെന്റ്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്, മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ്, 3 നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുക. നമ്മുടെ വിൻഡ് ഇൻസ്ട്രുമെന്റ്, ഓടക്കുഴലും നാദസ്വരം മുതൽക്ക് നമ്മൾ എത്ര തരത്തിലുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റാ ഉള്ളത്, എത്ര തരത്തിലുള്ള സ്ട്രിങ് ഇൻസ്ട്രുമെന്റാ ഉള്ളത്. വയലിൻ എടുത്താലും ബാക്കി പലതും എടുത്തു കഴിഞ്ഞാലും സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്, തമ്പൂരും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ്, തബലയുണ്ട്, നമ്മുടെ ചെണ്ടയുണ്ട്, മദ്ദളുണ്ട്, ഇടയ്ക്കുണ്ട്, ഇങ്ങനെ എത്ര ഉപകരണങ്ങളുള്ളത് മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ്. ഇത് മുഴുവനും ഗാന്ധർവവേദത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. പ്രോസസ്സിംഗ് ഉൾപ്പെടെ സയൻസാണ് അതിനകത്തുള്ളത്. 7 സ്വരങ്ങൾ കൊണ്ട് 72 രാഗങ്ങളെ ഉണ്ടാക്കിയതാണ്. പിന്നെ ജന്യ രാഗങ്ങൾ വേറെ. ഈ രാഗങ്ങളെല്ലാം കടവയാതി നമ്പർ സിസ്റ്റത്തിലാണ് നമ്പർ ഇട്ടിരിക്കുന്നത്. 1 മുതൽ 72 വരെയുള്ള നമ്പറുകള് എല്ലാം കടവയാതി നമ്പറാണ്. 72ാമത്തെ രാഗത്തിന് 72 എന്ന നമ്പർ കിട്ടത്തക്ക വിധത്തിലാണ്. ആ രാഗത്തിന്റെ പേര് പറഞ്ഞാൽ 72 രാഗങ്ങളില് ജന്യ രാഗങ്ങള്, അതുപോലെ തന്നെ ബാക്കി രാഗങ്ങളൊക്കെ 72 രാഗങ്ങൾ നോക്കിയാൽ എനിക്ക് സംഗീതത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. ഈ രാഗങ്ങളുടെ എല്ലാം നമ്പറുകളാണ് അതിന്റെ പേര് തന്നെ വരുന്നത്. ഇത്ര കടവയാതി നമ്പർ സിസ്റ്റമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. അപ്പൊ യഥാർത്ഥത്തില് സാമവേദം എന്ന ആത്മീയ ഗ്രന്ഥത്തിന് എത്ര ഭംഗിയായിട്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകള്, പിന്നെ അതിന്റെ സൗണ്ട് എനർജി അല്ലേ, അത് എത്ര ഭംഗിയായിട്ടാണ് അതിന്റെ കീ ഒക്കെ എടുക്കുന്നത്. അതിന്റെ ഓരോ ലെവല്, ആരോഹണവും അവരോഹണവും എടുക്കുന്നതും അതിന്റെ ലെവലൊക്കെ എടുക്കുന്നതൊക്കെ എത്ര സ്പെസിഫിക്കലി ആ സൗണ്ട് എന്ന ഫിസിക്സിന്റെ സബ്ജക്റ്റ് ആണ് സംഗീതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനും. അപ്പൊ ഋഗ്വേദം എന്ന ആത്മീയ ഗ്രന്ഥം, യജുർവേദം എന്ന ആത്മീയ ഗ്രന്ഥം, സാമവേദം എന്ന ആത്മീയ ഗ്രന്ഥം, അഥർവവേദം എന്ന ആത്മീയ ഗ്രന്ഥം. അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം, സ്ഥാപത്യവേദം, കാമശാസ്ത്രം. അപ്പോ ആയുർവേദം എന്ന് പറയുന്നത് പക്കാ സയൻസ് ആണ് ശരിക്കും. നമ്മുടെ ത്രിദോഷ സിദ്ധാന്തമൊക്കെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദിലുള്ളവര് ത്രിദോഷ സിദ്ധാന്തം പെർഫെക്റ്റ്ലി സയൻസ് ആണെന്ന് പ്രൂവ് ചെയ്തത് 3 കൊല്ലം മുമ്പാണ്. അങ്ങനെ ആയുർവേദത്തിന്റെ അടിസ്ഥാനം മുഴുവനും പ്രോസസ്സിങ്ങും. സഹസ്ര യോഗം എന്ന പുസ്തകത്തിൽ 1000 മരുന്നുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 1000 മരുന്നുകൾ ഇന്ന് ഉപയോഗിക്കുന്നതാണ്.
മോഡേൺ മെഡിസിൻ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ആയുർവേദം സ്ട്രോങ് ആണ്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള സയൻസ് അതിനകത്തുണ്ട്. എക്കാലവും മാനവരാശിക്ക് ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ആയുർവേദത്തിലെ മരുന്നുകൾ. അത് അഥർവവേദത്തിന്റെ ഉപവേദമാണ്. അപ്പൊ നോക്കാം, ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം, ആത്മീയ ഗ്രന്ഥങ്ങൾ അതിന് പാരലായിട്ട് ഉപവേദങ്ങളായിട്ട് അർത്ഥശാസ്ത്രം, ധനുർവേദം, ഗാന്ധർവവേദം, ആയുർവേദം. ഉപവേദങ്ങളുടെ സ്ഥാനമുള്ള വേറെ 2 ഗ്രന്ഥങ്ങളാണ് സ്ഥാപത്യവേദം, സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയും അധികം നമ്മളുടെ ഗോപുരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപത്യവേദം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ കുംഭകോണത്ത് പോയി നോക്കുക, ചിദംബരത്ത് പോയി നോക്കുക, മധുര മീനാക്ഷി ക്ഷേത്രം നോക്കുക, പിന്നെ എത്രയാ രാമേശ്വരത്തിലെ മണ്ഡപങ്ങൾ നോക്കുക, തിരുച്ചെന്തൂരിൽ ചെന്ന് നോക്കുക, ശുചീന്ദ്രത്തിൽ ചെന്ന് നോക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കുക. എന്താ ഗ്രാനൈറ്റിന്റെ മാർവൽ എന്താണ്, എത്ര ഗംഭീരാണ് നോക്കുക. വിജയനഗര സാമ്രാജ്യം നോക്കുക, ഇഷ്ടമാതിരിയുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ പരമകാഷ്ഠയിലാണ്. അപ്ലൈഡ് സയന്റിഫിക് ഹെറിറ്റേജ് ആണ്. നമ്മുടെ യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു. നിങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 5 മാസം കൊണ്ടാണ് വിജയനഗര സാമ്രാജ്യത്തിന് ചുറ്റുമുള്ള മുസ്ലിങ്ങള് ഒരുമിച്ച് ചേർന്ന് രാജാക്കന്മാരെ, സുൽത്താൻമാരുടെ നേതൃത്വത്തിൽ അത് തകർത്ത് തരിപ്പണമാക്കിയത്. കരിങ്കല് ക്ഷേത്രങ്ങളൊന്നും തകർക്കാനേ പറ്റിയില്ല, അവർക്ക് പറ്റിയില്ല. അത്രയ്ക്കും കട്ടിയുള്ള രീതിയിലാണ് അതിന്റെ നിർമ്മാണം എന്നുള്ളത് തന്നെ തിരിച്ചറിഞ്ഞു നോക്കാം. പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ആ കരിങ്കൽ എങ്ങനെ അവർ കട്ട് ചെയ്തു, രൂപപ്പെടുത്തി, അതെങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി, എങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു, ഇതെല്ലാം സ്ഥാപത്യവേദത്തിന്റെ ഭാഗമായിട്ട് വിവരിക്കപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം നോക്കിയാൽ അറിയാം. മാർച്ച് 21, സെപ്റ്റംബർ 21 2 ദിവസങ്ങളിൽ സൂര്യൻ കറക്റ്റായിട്ട് 7 ഗോപുര വാതിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങുന്ന കാണാൻ സാധിക്കും. മാർച്ച് 21, സെപ്റ്റംബർ 21 മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ബാക്കി ദിവസം കാണാനും പറ്റില്ല. പൊതുവെ സൂര്യൻ ആ ഗോപുരത്തിന്റെ 7 വാതിലുകളുടെ തെക്കുവശത്തായിരിക്കും, അല്ലെങ്കിൽ വടക്കുവശത്തായിരിക്കും. അപ്പൊ അസ്ട്രോണമിക്കൽ പാരാമീറ്റർ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ സ്ഥാപത്യവേദത്തിന്റെ എല്ലാ കാര്യങ്ങളും, വാസ്തുവിദ്യ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത്ര ഗംഭീരമായിട്ടാണ് നമ്മളുടെ ശാസ്ത്രബോധം ആത്മീയ മണ്ഡലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കാം, എല്ലാ കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, കിണറുകൾ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ എത്ര പെർഫെക്റ്റ് ആണ്. നമ്മളുടെ അമ്പലക്കുളങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആത്മീയതയുടെ ഭാഗമാണ്. പക്ഷെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്, പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇനിയുണ്ട് നമ്മുടെ ആചാര്യന്മാര്, യഥാർത്ഥത്തിൽ ഗുരുക്കന്മാര്. വിശ്വാമിത്ര മഹർഷിയാണ്, വേദവ്യാസ മഹർഷിയാണ്, വസിഷ്ഠ മഹർഷിയാണ്. അവര് ആത്മീയ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നവരും ആത്മീയമായ ഉപദേശം കൊടുത്തിരിക്കുന്നവരൊക്കെ മഹർഷിമാരെന്നാ പറയാ. പക്ഷെ ആയുർവേദ ഗ്രന്ഥം പോലെയുള്ള സയന്റിഫിക് ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തികൾക്കും അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറയുകയുണ്ടായി, ഭാരതത്തിൽ ആത്മീയത വേറെ, ഭൗതികത വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാം അറിവ് എന്ന പാരാമീറ്ററിന്റെ ഉള്ളിൽ വരുന്നതാണ്. നോളജ് എന്ന പാരാമീറ്ററിന്റെ ഉള്ളില് അത് ആത്മീയതയുമാകാം, ഭൗതികതയാകാം, ശാസ്ത്രീയതയാകാം, സാങ്കേതികതയാകാം, നരവംശ ശാസ്ത്രമാകാം, മനഃശാസ്ത്രമാകാം, ശരീരശാസ്ത്രമാകാം, ഔഷധശാസ്ത്രമാകാം. എല്ലാത്തിനും ഒറ്റ പേരേ ഉള്ളൂ, അറിവ്, നോളജ്, വേദം. ആ വേദം അത് ഭൗതികമായിട്ടുള്ള ഉപദേശങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എഴുതിയ ഋഷിയാണെങ്കിലും, വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിയാണെങ്കിലും, സയന്റിഫിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയ ഋഷിയാണെങ്കിലും എല്ലാവർക്കും ഒരേ പേരാണ്, മഹർഷി അല്ലെങ്കിൽ ആചാര്യൻ. ഭരദ്വാജ മഹർഷിയാണ്, വിശ്വാമിത്ര മഹർഷി, വേദവ്യാസ മഹർഷി, വസിഷ്ഠ മഹർഷി, അതുപോലെ തന്നെ ഭരദ്വാജ മഹർഷി, അതുപോലെ തന്നെയാണ് ചരക മഹർഷി. അവർ ആയുർവേദ ഗ്രന്ഥം എഴുതിയതാണ്. സുശ്രുത മഹർഷി, സുശ്രുത സംഹിത, സർജറി ഉൾപ്പെടെ, ശല്യ ചികിത്സ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ ചെയ്തിരിക്കുന്നത്. ആ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയവരെയും മഹർഷിമാരെന്നാ പറഞ്ഞിരുന്നത്. യന്ത്രസർവസ്വം എന്ന പുസ്തകത്തിൽ 140 അധ്യായങ്ങളാണുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ പുസ്തകമായിരിക്കും. അതിനകത്തെ ഒരു ചാപ്റ്ററാണ് അംശുബോധിനി എന്ന പുസ്തകമാണ്. 140 അധ്യായം ഉള്ളത്. അംശുബോധിനി ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായിരിക്കും. ഇതുകൂടി പറയാം, അംശുബോധിനി എന്ന പുസ്തകം ഭരദ്വാജ മഹർഷി എഴുതിയതാണ്. BC 300 400 എഴുതിയതാണ്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പുസ്തകം. എല്ലാ യന്ത്രങ്ങളും അതിൽ വിവരിക്കുന്നുണ്ട്. ആ അംശുബോധിനി എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ് യന്ത്രസർവസ്വം. യന്ത്രസർവസ്വം എന്നുള്ളത് അത് വലിയ പുസ്തകം, അത്രയും വലിയ പുസ്തകമാണ്. ആ യന്ത്രസർവസ്വത്തിലും 140 അധ്യായങ്ങൾ ഉള്ളതിൽ 40ാം അധ്യായമാണ് വിമാനതന്ത്രം. വലിയ പുസ്തകമാണ് വിമാനതന്ത്രം.
140 അധ്യായങ്ങളുള്ള യന്ത്ര സർവസ്വത്തിലെ 40ാം അധ്യായമാണ് വിമാനതന്ത്രം. ദേശാന്തരം യദ്ധത് ലോകാന്തരം തഥാ ദ്വീപാന്തരം ചൈവ യോ അംബരേ ഗന്തുമർഹതി സവിമാന ഇതി പ്രോക്ത ഗേഡശാസ്ത്രവിദാംബരൈഹി. ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തിലേക്ക് ആകാശമാർഗത്തിൽ പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ് വിമാനം എന്ന് പറയുന്നത് എന്ന വരിയോടുകൂടിയാണ് വിമാനതന്ത്രം തുടങ്ങുന്നത്. അത് ഭരദ്വാജ മഹർഷി എഴുതിയിരിക്കുന്നതാണ്. ആ വിമാനതന്ത്രത്തിന്റെ പേറ്റന്റുകൾ വരെ ജർമ്മനിയിൽ എടുത്തിട്ടുണ്ട്. ആ വിമാനതന്ത്രത്തെ കുറിച്ച് പഠിച്ച 2-3 പ്രഗത്ഭരായിട്ടുള്ള ജർമ്മൻ പ്രൊഫസർമാര് IISc ബാംഗ്ലൂരിലേക്ക് വന്നിരുന്നു. അവര് പഠിച്ചതിനെ കുറിച്ചൊക്കെ അവിടെ ലെക്ചർ കൊടുത്തിരുന്നു. ആ യന്ത്ര സർവസ്വം എന്ന പുസ്തകത്തിലെ 109ാമത്തെ യന്ത്രം ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാ വിരചിതം. IR UV വിസിബിൾ റേ ഹീറ്റ് റേസ്, 4 രശ്മികൾ, ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഹീറ്റ് റേസ്, വിസിബിൾ റേസ്, ഇത് അളക്കാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം. 109ാമത്തെ യന്ത്രമാണത്. 140 അധ്യായങ്ങളുള്ള യന്ത്ര സർവസ്വത്തിലെ 109ാമത്തെ ചാപ്റ്ററിൽ വിവരിക്കുന്നതാണ്. പ്രൊഫസർ NG ഡോങ്റെ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള IIT പ്രൊഫസർ, IIT ഡൽഹി പ്രൊഫസർ ആ എക്യുപ്മെന്റ് ഉണ്ടാക്കിയിട്ട് IIT ഡൽഹിയിലെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വർക്ക് ചെയ്യുന്നു കൽക്കട്ടയില്. അപ്പൊ നമ്മുടെ പൂർവികന് വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്, അത് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് 23 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭരദ്വാജനെയും നമ്മൾ ഭരദ്വാജ മഹർഷി എന്നാ പറയുക. എത്ര ക്ലിയർ ആയിട്ടാണ് പുസ്തകങ്ങളെ ഋഗ്വേദ സംഹിത, യജുർവേദ സംഹിത, സാമവേദ സംഹിത, അഥർവവേദ സംഹിത, ആത്മീയ ഗ്രന്ഥങ്ങൾക്ക് സംഹിത എന്ന് പേര് കൊടുത്തു. ഇപ്പുറത്തെ ആയുർവേദത്തില് ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് ചരക സംഹിത, അതുപോലെ സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം, അങ്ങനെ 4 ഗംഭീര പുസ്തകം. വേള സംഹിത, അഗ്നി സംഹിത എന്നൊക്കെ എന്നെല്ലാം പറയുന്നതൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളാണ് സംഹിത. അപ്പൊ ആത്മീയ ഗ്രന്ഥങ്ങൾക്കും സംഹിത എന്ന പേര് കൊടുത്തു. അതുപോലെ ആയുർവേദ ഗ്രന്ഥങ്ങൾക്ക് സംഹിത എന്ന പേര് കൊടുത്തു. ആത്മീയ ആചാര്യന്മാർക്ക് മഹർഷി എന്ന പേര് കൊടുത്തു. സയന്റിഫിക് കാര്യങ്ങൾ വിവരിക്കുന്ന ആചാര്യന്മാർക്കും മഹർഷിമാരെന്ന പേര് കൊടുത്തു. ആത്മീയ ഗ്രന്ഥങ്ങൾ പ്രധാനപ്പെട്ടതാവുമ്പോൾ അതിന്റെ ഉപവേദങ്ങളുടെ സ്ഥാനത്തില് അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗാന്ധർവവേദവും ആയുർവേദവും നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ ശാസ്ത്രവീക്ഷണം എത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കാം. മാത്രമല്ല നമ്മളുടെ ആചാരങ്ങളിലൂടെ വെറുതെ കടന്നുപോയാൽ ആചാരാത് ലഭതേ ഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യലക്ഷണം. മറ്റെല്ലാ മതങ്ങളും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ദൈവത്തെ സുഖിപ്പിക്കാനും ദൈവത്തെ സന്തോഷിപ്പിക്കാനുമാണ്. നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനാ? ആചാരാത് ലഭതേ ഹ്യായു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നു. ആചാരാത് ധനമക്ഷയം, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു. ആചാരാത് ലഭതേ സുപ്രജ, സോഷ്യൽ ബോണ്ടേജ്, സാമൂഹിക ബന്ധം നിറവേറ്റാനായിട്ട് ആചാരങ്ങൾ ഉപയോഗിക്കുന്നു. ആചാരോ അഹന്ത്യലക്ഷണം, ആചാരങ്ങള് നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് പ്രയോജനപ്പെടുന്നു. 4 വരികളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല, പാപം കഴുകിക്കളയാനാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുണ്യം നമുക്ക് കൊട്ടക്കണക്കിന് പുണ്യം കിട്ടാനാണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. ആയുരാരോഗ്യ സൗഖ്യം, സമ്പൽ സമൃദ്ധി, നല്ല സാമൂഹിക ബന്ധം, നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് വേണ്ടിയാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്ലിയർ ആയിട്ടാണ് ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആചാരങ്ങളെ കുറിച്ച് എത്ര വേണമെങ്കിലും പറയാമല്ലോ. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള് നമ്മുടെ പൂർവികര് ചെയ്തിട്ടുണ്ട്. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാം മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളാണ്. സൈക്കോളജിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആചാരങ്ങളാണ്. നല്ല മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഹാർട്ട് ബീറ്റ്, കൊളസ്ട്രോളിന്റെ ലെവൽ, അഡ്രിനാലിന്റെ ലെവൽ, ബ്രെയിൻ വേവ്സ്, ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കാം. നല്ല വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ആൻഡ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അപ്പൊ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, നല്ല നല്ല രീതിയിൽ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുക. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞിരിക്കുന്നതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ.
ഈ മനസ്സിനെ ഉയർത്താനായിട്ട്, ചിന്തകളെ ഉയർത്താനായിട്ട്, കർമ്മത്തെ ഉയർത്താനായിട്ട് നമ്മളുടെ പൂർവികർ പറഞ്ഞു, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. ഒരു മനസ്സാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അതല്ലേ ഇന്ന് 152 സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. 1 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പാണ് 152 എന്ന് ഞാൻ കേട്ടത്. ഇന്നിപ്പോ കൂടിയിട്ടുണ്ടോന്ന് അറിഞ്ഞു. എല്ലാ രോഗങ്ങളും മാനസികമായിട്ട് വരുന്നതാ. ഇത്രയും അധികം മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങൾക്ക് ഇതിന്റെ ഒരു രോഗവും ഇല്ലല്ലോ. ഇത്രയധികം മനുഷ്യർക്ക് എത്രയാ ആശുപത്രികൾ, എത്രയാ മെഡിക്കൽ ഷോപ്പുകൾ, എത്രയാ മെഡിക്കൽ കോളേജുകൾ, എത്രയാ ഡോക്ടർമാര്. എന്തിനാ ഈ മനുഷ്യന് മാത്രം ഇത്രയും ഡോക്ടർമാരും ഇത്രയും ആശുപത്രികളും ഇത്രയും മെഡിക്കൽ ഷോപ്പുകളും ഇത്രയും മെഡിക്കൽ കോളേജുകളൊക്കെ എന്താ മനുഷ്യന് വേണ്ടി മാത്രം വേണ്ടി വന്നത്? അറിഞ്ഞൂടാ. മനുഷ്യന് മാത്രമാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനസ്സുള്ളത്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, ഭാരവെപ്പ്, കാൽവാരല, കുന്നായ്മ വെച്ചുകൊണ്ട് ഈ മനസ്സിനെ വിഷം കൊണ്ട് നിറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. സ്വാഭാവികമായിട്ടും അത് ശരീരത്തിന് ബാധിക്കും. അതുപോലെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ അത് മാറ്റാൻ നല്ല കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, നല്ല കീർത്തനങ്ങൾ ചൊല്ലുക എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇപ്പോ ഏത് ദൈവത്തിനെ വേണോ നിങ്ങൾ നോക്കിക്കൊള്ളാം. ഈ മനസ്സ് ശരിയായാലേ ശരീരം ശരിയാവുള്ളൂ. അപ്പൊ ഈ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക, അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുക, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക, നല്ല നല്ല ജീവിത കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക, നല്ല സീരിയലുകൾ കാണാം, നല്ല സിനിമകൾ കാണാം, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല മന്ത്രങ്ങൾ കേൾക്കുക, എല്ലാം മനസ്സിന്റെ നന്മയ്ക്കുള്ളതാണ്. സോളിഡ് ആയിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ എത്ര ക്ലീൻ ആക്കിയിട്ട് ആരോഗ്യത്തെ എത്ര സമ്പുഷ്ടമാക്കാൻ സാധിക്കും. ഇത് വെറും മതത്തിന്റെ വിശ്വാസമോ ആത്മീയതയുടെ തലയ്ക്ക് കേറ്റലോ ഒന്നുമല്ല. പിന്നെ അതേപോലെ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്, തെക്കോട്ട് തലവെച്ച് കിടക്കരുത്. കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്നാൽ തലച്ചോറിൽ ഹീമോഗ്ലോബിൻ ബ്ലോക്കഡ് ആവാൻ സാധ്യതയുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, നാക്ക് പഠിക്കണം, മുഖം കഴുകണം, കുളിക്കണം, പ്രഭാതകൃത്യങ്ങൾ ചെയ്യണം, സൂര്യ നമസ്കാരം ചെയ്യണം. 2 ആഴ്ചയിൽ ഒരിക്കൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പട്ടിണി കിടന്നാൽ ഇൻഡസ്റ്റൈൻ ക്ലീൻ ആവും. വ്രതം ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആരോഗ്യമുള്ളത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ആർക്കും അനീമിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 62% സ്ത്രീകൾക്കാണ് ഫൈറ്റാനിക് ആസിഡ് രോഗങ്ങൾ. കാരണം ഇപ്പൊ ടെഫ്ലോണും സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നു ആഴ്ചയിൽ ഒരിക്കല്. ആ ഇരുമ്പ് സത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ തരും. 2 മില്ലിഗ്രാം ഇരുമ്പാണ് പെർ ഡേ വേണ്ടത്. അപ്പൊ ശരീരത്തിന് ആരോഗ്യത്തിന് എത്ര കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരുന്നു നോക്കുക. എത്ര കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരുന്നു. നമ്മൾ ചുക്കുവെള്ളം ഉണ്ടാക്കി കഴിക്കുക, തുളസി കതിരിടുക, കുരുമുളക് ഇടുക. നമ്മൾ ചുമന്ന മുളക് ഉപയോഗിച്ചിരുന്നില്ല, നല്ല മുളക് എന്നാ പറയാ. കുരുമുളകിന് പറയുന്നത് നല്ല മുളക് എന്നാണ്. ശരീരത്തിന് ഏറ്റവും നല്ല എണ്ണ നല്ല എണ്ണയാണ്. അതുകൊണ്ട് അതിനെ നല്ല എണ്ണ എന്ന് പറയുന്നത്. നല്ല എണ്ണ, എള്ളെണ്ണ നല്ല എണ്ണയായതുകൊണ്ട് അത് നല്ല എണ്ണ എന്ന് പറയുന്നു. കുരുമുളക് ശരീരത്തിന് നല്ലതായതുകൊണ്ട് നല്ല മുളക് എന്ന് പറയുന്നു. വാക്കുകൾ പോലും എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം. ശാസ്ത്രബോധം എത്ര ക്ലിയർ ആയിട്ടുള്ളത്. കുട്ടികളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നു. ചൊവ്വ വെള്ളി എണ്ണ തേച്ച് കുളിപ്പിച്ച് മണ്ണിൽ കളിക്കാൻ വിടും. എന്താ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക? എണ്ണ തേച്ച് കുളിക്കുക, എണ്ണ തേപ്പിച്ചിട്ടാ വിടുക. കാരണം രോഗാണുക്കൾ പരിധിക്കപ്പുറം ശരീരത്തിലേക്ക് കയറരുത്. അപ്പൊ ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ധാരാളം ഉണ്ട്. ഇനിയും ഇഷ്ടമാതിരിയുണ്ട്. ഗണപതി ഹോമം നടത്തുക, ഇതൊക്കെ ശരീരത്തിന് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ രോഗാണുക്കൾ മുക്തമാക്കാൻ, കുടുംബ ബന്ധം ദൃഢമാക്കാം, പിറന്നാൾ ആഘോഷിക്കാം, ജന്മദിനം പോലെ തന്നെ ഷഷ്ടിബുദ്ധപൂർത്തി ആഘോഷിക്കാം, ശതാഭിഷേകം ആലോചിക്കാം. ഈ 16 സാംസ്കാരിക ഷോഡശ കർമ്മങ്ങള്, ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നിഷ്ക്രമണം, അങ്ങനെ തുടങ്ങി എല്ലാം, വിവാഹം മുതൽക്ക് അന്ത്യകർമ്മം വരെ 16 കർമ്മങ്ങൾ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ളതാണ്. നമ്മൾ ഈ പിതൃകർമ്മം ചെയ്യുന്നതും ഇതാക്കാനുള്ളതാണ്. രാമായണം വായിക്കുന്നത് കുടുംബ ബന്ധമാണ്. ദശരഥന്റെ കുടുംബം, ബാലിയുടെ കുടുംബം, രാവണന്റെ കുടുംബം, അത് നോക്കി വേണം പഠിക്കാൻ. നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കാൻ രാമായണം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നമുക്ക് തെറ്റുപറ്റുന്നു, തെറ്റുപറ്റുന്നില്ല. മഹാഭാരതം നോക്കുക, ജ്യേഷ്ഠാനുജന്മാരുടെ പുത്രന്മാരാണ് കുരുവിന്റെയും പാണ്ഡുവിന്റെയും. അവരെങ്ങനെ ജീവിച്ചു, എന്ത് പറ്റിയ അവസാനം, ഇത് തന്നെയാണ് നമുക്ക് പാഠം. അപ്പൊ അതിന് കുടുംബ ബന്ധം ദൃഢമാക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. വിവാഹം തുടങ്ങിയത് ഉപനയനം മുതൽക്ക് നമ്മുടെ വീട് വെക്കുന്നത് എല്ലാ കർമ്മങ്ങളും
ആചാരങ്ങളും കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ളതാണ്. ഇപ്പൊ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, സമൂഹത്തിന് നന്മ വരുത്തുന്ന ഓണാഘോഷം, ഹോളി ആഘോഷം, വിജയദശമി ആഘോഷം, അമ്പലം പ്രതിഷ്ഠാദിനം ആഘോഷിക്കാം, മാസത്തിലൊരിക്കല്, വിശേഷ ദിവസങ്ങള്, ഉത്സവകാലം, എല്ലാം സാമൂഹിക ബന്ധം ദൃഢമാക്കാനുള്ളതാണ്. ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങളാണ്. എല്ലാം ചിരിക്കാനും സന്തോഷിക്കാനുള്ള ഉത്സവങ്ങളാണ്. നമുക്ക് കരയാനുള്ള ഉത്സവങ്ങളേ ഇല്ല. രാമനവമി ആഘോഷിക്കുകയാണെങ്കിലും, വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണെങ്കിലും, തുളസി പൂജ വയ്ക്കുകയാണെങ്കിലും, ജന്മാഷ്ടമി ആഘോഷിക്കുകയാണെങ്കിലും എല്ലാം സന്തോഷിക്കാനും ചിരിക്കാനും, അമ്പലത്തിന്റെ പ്രതിഷ്ഠാദിനമാണെങ്കിലും അമ്പലത്തിന്റെ ഉത്സവങ്ങളാണെങ്കിലും എല്ലാം സമൂഹത്തിൽ ഒത്തുചേർന്നുകൊണ്ട് ആഘോഷിച്ചുല്ലസിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ ആചാരങ്ങളും. അപ്പൊ ഈ ആചാരങ്ങളുടെ സയന്റിഫിക് അപ്രോച്ച് നോക്കിയാൽ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, പിന്നെ സംസ്കാരത്തിന്, അമ്പലങ്ങളിൽ ഭാഗവതം വായന, ഭഗവത്ഗീത വായന, അമ്പലങ്ങളിലെ പ്രാർത്ഥന, ഭജന നടത്തല്, പിന്നെ അമ്പലങ്ങളിൽ തന്നെ ഭക്ഷണം കൊടുക്കല്. അമ്പലങ്ങളില് ശരിക്കും പറഞ്ഞാല് അമ്പലങ്ങളിലോട് ചേർന്നിരിക്കുന്ന ആശുപത്രിക്കുള്ള പേരാണ് ധർമാശുപത്രി. അമ്പലങ്ങളോട് ചേർന്നിരിക്കുന്ന വിദ്യാലയത്തിന്റെ പേരാണ് പള്ളിക്കൂടം. പള്ളി എന്ന് വെച്ചാൽ അമ്പലം, കൂടം എന്ന് വെച്ചാൽ കെട്ടിടം. പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അമ്പലങ്ങളോട് ചേർന്നിട്ട് ഫ്രീ. അമ്പലത്തിലെ വരവാണ് ടീച്ചേഴ്സിന് ശമ്പളമായിട്ട് കൊടുക്കുക. ആ അമ്പലത്തിലാണ് നെല്ലറ വയ്ക്കുക. എപ്പോഴെങ്കിലും ക്ഷാമം ഉണ്ടായാൽ അവർക്ക് കൊടുക്കാനുള്ളത്. ഒരു അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ രാജാവാണ്. അമ്പലം എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ തലസ്ഥാനമാണ്. ആ ഗ്രാമത്തിലാണ് ഗ്രാമസഭ കൂടുക, അമ്പലത്തിലാണ് ഗ്രാമസഭ കൂടുക. വെറുതെ ചിന്തിച്ചു നോക്ക്, എത്ര രസമാണ്. നമ്മുടെ ശാസ്ത്രബോധം എത്ര ഗംഭീരായിട്ട് മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്. ഇവിടെ ഈ തെക്കേ ഇന്ത്യക്കാരൊക്കെ നമ്മള് കാശിയിലേക്ക് പോവാ, ബദ്രിനാഥിലേക്ക് പോവാ, കേദാർനാഥിലേക്ക് പോവാ, ഉത്തര ഭാരതത്തിന് ഗയാ, ശ്രാദ്ധം ഒക്കെ നടത്തുന്നു. നോർത്ത് ഇന്ത്യയിലുള്ളവർ കന്യാകുമാരിയിലേക്ക് വരും, രാമേശ്വരത്തിലേക്ക് വരും. ഇവിടെ പിതൃകർമ്മം നടത്താൻ വരുന്നു. സൗത്ത് ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യക്കാർ സൗത്ത് ഇന്ത്യയിലേക്കുമാണ് തീർത്ഥാടനത്തിന് വരിക. എത്ര ഗംഭീരമായിട്ടുള്ള നാഷണൽ ഇന്റഗ്രേഷനാണ് അന്നും ഇന്നും എന്നും നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാരതത്തിന്റെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലുള്ള ചിന്താധാരകൾ. നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്താലും ശരി, എല്ലാ ഗ്രന്ഥവും അറിവിന്റെ കൂമ്പാരമാണ്. ഒരു ദൈവം നിർദ്ദേശിക്കുന്നതല്ല, മനുഷ്യൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ദൈവത്തിന്റെ പേരിലുമല്ല എഴുതിയിരിക്കുന്നത്. നീ കഥാരൂപത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലാണ്ട് ദൈവം ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിർദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങളൊന്നും നമുക്കില്ല. ശ്രീകൃഷ്ണൻ അവതാരമാണ്, ശ്രീരാമൻ അവതാരമാണ്. അവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും അവതാര ലക്ഷ്യത്തിൽ ഈ വിവരണങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കണ്ട. ഈ ഒരു ശാസ്ത്രബോധം, യുക്തിബോധം ഭാരതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ മതക്കച്ചവടത്തിന് പോയിട്ടില്ല, നമ്മുടെ ഈശ്വരനെ കച്ചവടം നടത്താൻ പോയിട്ടില്ല, പുസ്തകങ്ങൾ കച്ചവടം നടത്താൻ പോയിട്ടില്ല. ഇതിലൂടെ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ വഴി മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, അതിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ് യുക്തിബോധവും ശാസ്ത്രബോധവും. അങ്ങനെ ഭാരതം എന്ന രാഷ്ട്രത്തിന്, ഹിന്ദു ധർമ്മത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആന്ധ്രാക്കാരുടെ രീതികള്, ഗുജറാത്തിലെ രീതികള്, ജമ്മു കാശ്മീരിലെ രീതികള്, കേരളത്തിലെ അവനവന്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ട് ആചാരങ്ങളും വിചാരങ്ങളും നമുക്ക് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കേരളീയര് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മാതിരി തന്നെ ജമ്മു കാശ്മീരിലുള്ളവർ കേരളീയരും അനുഷ്ഠിക്കുന്ന മാതിരി തന്നെ ഗുജറാത്തിലുള്ളവരും അനുഷ്ഠിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യാം. ഒരു നിർബന്ധമില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതിയല്ല തമിഴ്നാട്ടില്, ഇവിടുത്തെ 2 സ്ഥലത്തെ നിർമ്മാണ രീതിയല്ല ഒറീസയില്, ഇവിടുത്തെ അതുപോലെയല്ല ബംഗാളില്, അതുപോലെയല്ല ബീഹാറില്, അതുപോലെയല്ല അരുണാചൽ പ്രദേശില്, അതുപോലെയല്ല ഗുജറാത്തില്. എല്ലാം അവനവന് ഇന്നോവേഷനാണ്, ക്രിയേറ്റിവിറ്റി, പുതിയത് സ്വീകരിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. ഒരൊറ്റ വഴി, ഒരൊറ്റ രീതി, ഒരൊറ്റ ആചാര്യൻ, ഒരൊറ്റ പുസ്തകം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. അതാണ് ഹിന്ദു ധർമ്മത്തിൽ ഇത്രയും അധികം ക്ഷേത്ര കലകള്, ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്ര ആചാരങ്ങള്, ക്ഷേത്ര അനുഷ്ഠാനങ്ങള്, ക്ഷേത്ര മന്ത്രങ്ങള്, ക്ഷേത്ര തന്ത്രങ്ങള് ഒക്കെ ഉണ്ടാവാൻ കാരണം സർവതന്ത്ര സ്വതന്ത്രമാണ്. ഇത്രയും ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടാവാനും ഇത്രയും ദേവതാ സങ്കല്പങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാവാനും ഈ 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10,000-ഓളം വ്യാഖ്യാനങ്ങളും 1,00,000-ഓളം വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ശാസ്ത്രബോധവും യുക്തിബോധവും സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ
ഈ പൊതു പ്രഭാഷണം, ദിസ് ഈസ് പബ്ലിക് ലെക്ചർ, അത് ശാസ്ത്രബോധവും യുക്തിചിന്തയും അല്ലെങ്കിൽ ശാസ്ത്രവീക്ഷണവും യുക്തിബോധവും അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ധാരാളം പേര് പങ്കെടുത്തു. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.